ഏവർക്കും നമസ്കാരം. CNN ഗേൾസ് ഹൈസ്കൂളിലെ മലയാള വിഭാഗം തയ്യാറാക്കിയ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം തിരിച്ചു വരാം. വീഡിയോ കാണുമ്പോൾ അതിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതി വയ്ക്കാൻ മറക്കരുത്. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇഴയെടുപ്പങ്ങളിലൂടെയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നുള്ളൂ, അവന് ആത്മസംതൃപ്തി ഉണ്ടാകുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും വിശ്വാസമില്ല, ആർക്കും ആരെയും സഹായിക്കാനോ സൗഹൃദം പങ്കുവയ്ക്കാനോ സമയമില്ല, താല്പര്യവുമില്ല. മനുഷ്യജീവിതം പൂർണ്ണമാകണമെങ്കിൽ അതിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ബന്ധങ്ങളുടെ കഥ പറയുന്ന ഏടുകൾ ഉണ്ടാകണം. ആ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്ന 3 കൃതികളാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ഭാഗം സാന്ദ്ര സൗഹൃദം എന്ന കവിതയാണ്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ കവിത. സാന്ദ്ര സൗഹൃദം. ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന കവിതയാണ് സാന്ദ്ര സൗഹൃദം. ശ്രീ രാമപുരത്ത് വാര്യർ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണെന്ന് അനുമാനിക്കുന്നു. അദ്ദേഹം തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു. സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്ത് വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും സ്നേഹം എത്രമാത്രം ആത്മാർത്ഥവും ഗാഠവുമാണെന്ന് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാം. നമുക്ക് ആ കവിത ഒന്ന് കേട്ടാലോ? കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടുക. കവിത കേട്ടതിന് ശേഷം തിരിച്ചു സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖി സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടുപോയതും പേരുങ്കാട്ടിൽ പുക്കിന്ധനം ഓടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. ൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാമെല്ലാം ഒരുമിച്ചതും കാത്തിരിയാതെ പറന്നു കോമിക്കാറ്റത്തിനുൾക്കാമ്പിൽ ഓട്ടോരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തുകൈകൾ പീഡിച്ചതും പിന്നെ പേടിത്തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നില്ലല്ലീ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടും കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാണാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളുന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദം നമ്മെയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. ജന്മസാഫല്യം. എന്തെല്ലാമാണ് ശ്രീകൃഷ്ണൻ കുചേലനെ കുറിച്ച് ഓർത്തത്? പണ്ട്
ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടം, ഗുരു, പത്നി, ആശ്രമ പരിസരം, ആ കാലത്തെ പ്രധാന സംഭവങ്ങളിലൊന്നായ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതും കാട്ടിൽ കുടുങ്ങിയതും ആ ഒരു സംഭവം, അതാണ് ഇതിൽ ശ്രീകൃഷ്ണന്റെ ഓർമ്മയിൽ കുചേലനെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത്. ബാക്കി ഭാഗങ്ങൾ കൂടെ കവിത വായിച്ച് ആ പട്ടിക പൂർത്തിയാക്കുക. ഇനി പറയുന്ന വാക്കുകളുടെ അർത്ഥം ഊഹിച്ചെഴുതുക. സാഹസാൽ, ചെമ്മേ, തുരപ്പ്, നിയോഗം, പുക്ക്, മാർത്താണ്ഡൻ, സാന്ദ്രം, അസ്മാകം, അരുണൻ, ഇന്ധനം, ഉഷപ്പോളം, കഥാചന. ഇതിന്റെ അർത്ഥമൊന്ന് ഊഹിച്ചെഴുതിയാലോ? കവിത വീണ്ടും വായിച്ച് ഈ വാക്കുകളുടെ അർത്ഥമൊന്ന് ഊഹിച്ചെഴുതുക. 1 മിനിറ്റ് സമയം. ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. സാഹസാൽ, സാഹസത്തോടെ, ഉത്സാഹത്തോടെ. ചെമ്മേ, വേണ്ടതുപോലെ. തുരപ്പ്, തുരങ്കം, നിയോഗം, കൽപ്പന, ആജ്ഞ. പുക്ക്, പ്രവേശിക്കുക. മാർത്താണ്ഡൻ, സൂര്യൻ. സാന്ദ്രം, ദൃഢമായ, നിറഞ്ഞ. അസ്മാകം, ഞങ്ങളുടെ, നമ്മുടെ. അരുണൻ, സൂര്യൻ. സൂര്യന് 2 പുതിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അരുണൻ, മാർത്താണ്ഡൻ. ഇന്ധനം, വിറക്. ഉഷപ്പോളം, പ്രഭാതം വരെ. കഥാചന, ഒരിക്കൽ. എത്ര മാർക്ക് കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഇനി ഒരു തുടർ പ്രവർത്തനം, നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം. സതീർത്ഥിനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? അത് കവിത വായിച്ച് കവിതകളിലെ വരികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദീകരിക്കുക. ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈ കവിത നന്നായി വായിക്കുക, അതിലെ പുതിയ പദങ്ങൾ പഠിക്കുക, തുടർ പ്രവർത്തനം ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.